കൊല്ലം മോച്ചറിൽ MDMA യുവാവിനെ പിടികൂടിയ കേസിൽ കൂടുതൽ പേർ പിടിയിൽ. റിമാൻഡിൽ കഴിയുന്ന പ്രതിക്ക് ബംഗളൂരിൽ നിന്ന് MDMA വാങ്ങാൻ സഹായം ചെയ്തു നൽകിയ രണ്ടുപേരെ ബംഗളൂരിൽ ചെന്ന് ഓച്ചിറ പോലീസ് പിടികൂടി. ദിവസങ്ങൾക്ക് മുമ്പാണ് ചങ്ങൻകുളങ്ങരയിൽ താമസിക്കുന്ന അനൂപിനെ MDMA പിടികൂടിയത്. അനൂപിൽ നിന്നാണ് കൂടുതൽ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത്. നമുക്ക് ചുറ്റുമുണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ. കൗമാരക്കാരെ വലയിലാക്കി കാശുണ്ടാക്കുന്ന വൻ സംഘങ്ങൾ. പിന്നീട് കസ്റ്റമേഴ്സ് തന്നെ സപ്ലയേഴ്സായി മാറുന്ന നാടിന്റെ ഇരുണ്ട വശം. ദിവസങ്ങൾക്ക് മുൻപാണ് ചങ്ങൻകുളങ്ങരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടയം സ്വദേശി അനൂപിന്റെ പക്കൽ നിന്നും പോലീസ് 17.5 ഗ്രാം MDMA പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓച്ചിറ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അനൂപ് എന്ന യുവാവിനെ പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്നും MDMA തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസടക്കം കണ്ടെത്തിയിരുന്നു. സ്കൂൾ കോളേജ് കുട്ടികൾക്ക് വിൽക്കാനാണ് മയക്കുമരുന്ന് എത്തിച്ചത്. അറസ്റ്റ് ചെയ്ത പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനിടെയാണ് അതിർത്തി കടന്നെത്തുന്ന മയക്കുമരുന്ന് ലോബിയിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നത്. നാട്ടിലെ കുട്ടികൾക്ക് വിൽക്കാനായി മയക്കുമരുന്നെത്തുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ബംഗളൂരു. ബംഗളൂരുവിൽ നിന്നാണ് അനൂപിനും മയക്കുമരുന്ന് ലഭിക്കുന്നത്. തുടർന്ന് ലഭിച്ച തെളിവുകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ബംഗളൂരുവിൽ എത്തിയ ഓച്ചിറ പോലീസ് അതിവിദഗ്ധമായി കൂട്ടുപ്രതികളെയും പിടികൂടി. ബംഗളൂരുവിൽ നിന്നും MDMA വാങ്ങാൻ ഇടനിലക്കാരെ പ്രവർത്തിച്ച തൃശൂർ സ്വദേശി റിദ്വാൻ, പുനലൂർ സ്വദേശി കൃഷ്ണേന്ദു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തുന്ന വഴികൾ കണ്ടെത്താനായി വിപുലമായ പരിശോധനയാണ് നടന്നുവരുന്നത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.